ആദ്യമായിട്ടാണ് ഞാനൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാനും മാമിയും മാമിയുടെ മോളും അമ്മാമ്മയും എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. മാമിയുടെ റിലേറ്റീവാണ് റിട്ടയർഡ് ആവുന്നത്. അപ്പം ആ അങ്കിളുടെ വീട് കോരാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കോരാണി പോവുകയാണ് കേട്ടോ. വീട്ടിൽ വെച്ച് തന്നെയാണ് ഫംഗ്ഷൻ. അങ്ങനെ ഭാഗ്യം വെച്ചാൽ നമ്മൾ ചെന്ന് കയറിയപ്പം പവർ കട്ടായിരുന്നു ഗൈസ്. അങ്ങനെ ചൂടെടുത്ത് ഊപ്പാട് വന്ന് ഞങ്ങളെല്ലാം വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് ചാടി. അങ്ങനെ പുറത്ത് ചാടിയപ്പോഴാണ് ദേ ഈ പച്ച കളർ പൂ കണ്ണിപ്പെട്ടത് കേട്ടോ. ആദ്യമായിട്ടാണ് പച്ച കളർ പൂ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ അകത്ത് ചൂടായതുകൊണ്ട് ഇറങ്ങി പുറത്ത് നിന്ന് കേട്ടോ. അമ്മാമ്മ ഏതോ ഒരു വെളയിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ, ചൂട് കാരണം. അങ്ങനെ അങ്കിൾ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്കിൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പം 4:30 എത്തുമെന്ന് പറഞ്ഞിട്ട് 7:30 കഴിഞ്ഞപ്പോഴാണ് അങ്കിൾ വീട്ടിൽ എത്തിയത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിച്ചിട്ട് നിന്ന അങ്കിൾ വന്ന ഉടനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ കഴിക്കാനിരിക്കുന്നത് കേട്ടോ. എല്ലാവരും നിർബന്ധിച്ച്. കാരണം ഞങ്ങൾ 4 പേരും മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ രാത്രി ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട് നമ്മളെ വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ ദേ അങ്കിളിനെ വിളിക്കാൻ പോയി. അങ്കിളുടെ മോനാണ് കേട്ടോ അത്. അങ്ങനെ അങ്കിളും എത്തിയിട്ടുണ്ട്. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. വരാൻ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അങ്കിളിൻ്റെ അമ്മയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടി കണ്ടപ്പോൾ അങ്കിൾ ഭയങ്കര ഇമോഷണലായി. അങ്ങനെ ഹാരമൊക്കെ കൊണ്ടുവന്ന് അമ്മയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇതാണ് ഈ യെല്ലോ കളർ സാരിയാണ് വൈഫ്. ആ ഹാരം ഇട്ട് കൊടുത്തതാണ് അമ്മ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങളും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാറിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനും മാമിയും മോളും കൂടി പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്കിളിന് കൊടുത്തു കേട്ടോ. അവൾ ആ ഒരു തിരക്കിൽ ആദ്യമേ അവളെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അവൾ ആദ്യം മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുകയാണ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ കഴിച്ചതുകൊണ്ട് അങ്കിൾ വന്ന് ഗിഫ്റ്റും കൊടുത്ത് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. ലേറ്റായി, ഒത്തിരി രാത്രിയായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.